സംഘടനയായ അമ്മയുടെ തലപ്പത്ത് വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. 25 വർഷം സംഘടനയുടെ ഭാരവാഹിത്വം വഹിച്ച ഇടവേള ബാബു സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഒഴിവാകുകയാണെന്ന് അറിയിച്ചിരുന്നു. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മോഹൻലാലും പിന്മാറുന്നെന്നാണ് വിവരം. സംഘടനയുടെ തലപ്പത്തേക്ക് പകരം ആര് വരുമെന്ന ചോദ്യം ഇതിനകം ഉയർന്നിട്ടുണ്ട്. പൃഥ്വിരാജ് സ്ഥാനം ഏറ്റെടുക്കണമെന്നാണ് ആഗ്രഹമെന്ന് ഇടവേള ബാബു ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അമ്മയുടെ അടുത്ത പ്രസിഡന്റ് ആകേണ്ടത് പൃഥ്വിരാജാണ്. കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരാളാണ് രാജുവിന്റേതായ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ. രാജു അമ്മയുടെ അടുത്ത പ്രസിഡന്റ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം രാജുവിന് അത് കഴിയും. അതിനുള്ള കാര്യക്ഷമത ഉള്ള ആളാണ്. കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം. അതുപോലെ ചാക്കോച്ചൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോഴത്തെ അമ്മ ഭാരവാഹി സ്ഥാനത്തേക്ക് ആരെത്തും എന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ്. ഇടവേള ബാബു സ്ഥാനം ഒഴിയുന്നതോടെ താനുമില്ല എന്ന നിലപാടിലേക്ക് മോഹൻലാൽ മാറിയെന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയെന്ന് ശാന്തിവിള ദിനേശ് പറയുന്നു. തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ആലങ്കാരിക പദവി അല്ലെന്ന് തെളിയിച്ച പ്രസിഡന്റാണ് മരിച്ചുപോയ നമ്മളുടെ ഇന്നസെന്റ്. 18 വർഷം തുടർച്ചയായി അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു. അമ്മ സംഘടനയുടെ പുഷ്കര കാലമായിരുന്നു. എല്ലാ സിനിമാ സംഘടനാ നേതാക്കളുമായും നല്ല ബന്ധം സ്ഥാപിക്കുകയും കാര്യങ്ങൾ താൻ പറയുന്നിടത്ത് എത്തിക്കുകയും ചെയ്ത തന്ത്രശാലിയായ പ്രസിഡന്റായിരുന്നു ഇന്നസെന്റ്. ആരോടും പിണങ്ങില്ല. പ്രത്യേകിച്ചും ഈഗോയുള്ള നടീനടന്മാരുടെ സംഘടനയുടെ തലപ്പത്ത് വഴുതി പോകുന്ന ആൾക്കേ ഇരിക്കാൻ പറ്റൂ. അത് ഇന്നസെന്റ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തെന്ന് ശാന്തിവിള ദിനേശ് പറയുന്നു. 2020 എന്ന സിനിമ ദിലീപ് നിർമ്മിച്ചത് ഇന്നസെന്റിന്റെ കാലത്താണ്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം, ലാഭം വന്നാലും നഷ്ടം വന്നാലും 5 കോടി നൽകാമെന്നാണ് ദിലീപ് പറഞ്ഞിരുന്ന വാക്ക്. അവന്റെ മുഴുവൻ കാശും പോകണമെന്ന് ആശിച്ച പലരും അമ്മയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇവന്റെ നെഗളിപ്പ് ഇതോടെ തീരുമെന്ന് കരുതിയവർ. പക്ഷെ ആരുടെയോ ഭാഗ്യം കൊണ്ട് പടം നന്നായി ഓടി. 5 കോടിക്ക് പകരം 6 കോടി ദിലീപ് സംഘടനയ്ക്ക് കൊടുത്തതും ശാന്തിവിള ദിനേശ് പറയുന്നു. അമ്മ സംഘടനയുടെ പ്രസിഡന്റായി മമ്മൂട്ടി സ്ഥാനമേൽക്കില്ലെന്നും ശാന്തിവിള അഭിപ്രായപ്പെട്ടു. ഇന്നത്തെ ചുറ്റുപാടിലും പ്രായത്തിന്റെ പ്രശ്നത്താലും അദ്ദേഹം പ്രസിഡന്റ് ആകാൻ സാധ്യതയില്ല. താൻ ആലോചിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാരണത്താൽ ഈ സ്ഥാനം ഏറ്റെടുക്കാൻ പറ്റാത്തവരാണ് ഭൂരിഭാഗവും. ജനറൽ ബോഡിയിൽ പോലും പങ്കെടുക്കാത്ത ആളാണ് സുരേഷ് ഗോപി. അങ്ങനെ ഒരാളെ ആരെങ്കിലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശുപാർശ ചെയ്യുമോ എന്നും അദ്ദേഹം മത്സരിക്കുമോ എന്നും എനിക്ക് തോന്നുന്നില്ല. തുടക്കം മുതൽ സംഘടനയ്ക്കകത്തെ പ്രബല വിഭാഗം സുരേഷ് ഗോപിക്കെതിരാണെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു. ഗണേഷ് കുമാർ മന്ത്രി ആയിരുന്നില്ലെങ്കിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചേനെ. അദ്ദേഹം ഇപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പോലുമില്ല. മുകേഷ് MLA ആയി തിരക്കിലാണ്. സിദ്ദിഖിനെയും ഒരു വിഭാഗം എതിർക്കുന്നുണ്ട്. അമ്മയിൽ നിന്നും മാറി നിൽക്കുന്ന ദിലീപിനെ തിരിച്ചു കൊണ്ടുവന്ന് ജനറൽ സെക്രട്ടറി ആക്കാമെന്നും ശാന്തിവിള ദിനേശ് അഭിപ്രായപ്പെട്ടു. എല്ലാവരെയും കൊണ്ട് നടക്കാൻ പറ്റിയ കൗശലം കയ്യിലുള്ള ആളാണ് ദിലീപ്. സംഘടനയ്ക്ക് അകത്ത് ദിലീപിന് പിന്തുണ ലഭിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ദിലീപിനെ എതിർത്തിരുന്ന ഭൂരിപക്ഷം പേരും പുറത്തുപോയി. ദിലീപ് പക്ഷേ രാജിവെച്ചു എന്നാണ് എന്റെ വിശ്വാസമെന്നും ശാന്തിവിള ദിനേശ് വ്യക്തമാക്കി.